അപ്പം അങ്ങനെ ഞങ്ങൾ യുദ്ധം ജയിച്ചേ ഞങ്ങൾ യുദ്ധം ജയിച്ചേ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് യുദ്ധം ജയിച്ചതായിട്ട് പ്രഖ്യാപിച്ച് ഇങ്ങനെ ഓടിയിട്ട് നടക്കുക. ഇനിയിപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ മറ്റേ ഏത്തടാൻ പറഞ്ഞവർ ഏത്തട്ടോളും, അവർ യുദ്ധം നിർത്തി പൊക്കോളും. ആ ലെവലാണ് ഇപ്പോഴത്തെ സംഭാഷണം വരുന്നത്. പിന്നെ സകല GCC രാജ്യങ്ങളെയും ഇറാൻ കയറി അടിക്കുക. ഞാൻ ആ കാര്യത്തിലേക്ക് വെറുതെ രണ്ട് വാക്ക് പറയുന്നേ. ആരെങ്കിലും സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് മൂർഖൻ പാമ്പിനെ കൊടുന്ന് വീടിൻ്റെ അകത്ത് കൊടുന്ന് വയ്ക്കുമോ? ഈ മൂർഖൻ പാമ്പ് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ കടിക്കും. മൂർഖൻ പാമ്പ് ഒരിക്കലും ഇണങ്ങാത്ത സൈസാണ്. ഇതുപോലെയാണ് അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഈ GCC രാജ്യങ്ങളെല്ലായിടത്തും കൊടുത്തിട്ടുള്ളത്. അത് ഇന്നല്ലെങ്കിൽ നാളെ അത് അവർ തന്നെ തിരിഞ്ഞ് കടിക്കുന്ന ഒരു കാലം അതിവിദൂരത്തില്ല. പിന്നെ ഏത് ആക്രമണം ഭയന്നിട്ട് ഇവർക്ക് ഈ അമേരിക്കൻ താവളങ്ങൾ അവിടെ വെച്ചിട്ടുള്ളത് ഇറാനെ പേടിച്ചിട്ടാണ്. ഇറ അത്ര വലിയ സംഭവമാണോ? ഈ GCC രാജ്യങ്ങൾക്കൊക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട് ഈ മൂർഖനെ കൊടുത്തിടുന്നത്. അപ്പോൾ ഇറാൻ ഭയങ്കര ഒരു സംഭവമാണല്ലോ. എല്ലാ രാജ്യങ്ങളെയും ഇതേമാതിരി കീഴ്പ്പെടുത്താൻ കഴിയുന്ന ഒരു പവറൊക്കെ ഇറാനുണ്ടോ? ഒന്നുമില്ല. ഇവർ ഞങ്ങളെ ഭംഗിയേരി പറ്റിക്കുക. ആരാക്രമിക്കുമെന്ന് വിചാരിച്ചിട്ടാണ്? ഇനിയിപ്പോൾ ഇറാൻ എല്ലാവരോടത്തും കൂടി യുദ്ധത്തിന് പോകാമെന്ന് വിചാരിക്കുക. എല്ലാ GCC രാജ്യങ്ങളുടെ അടുത്ത് യുദ്ധത്തിന് തോന്നുന്നുണ്ടോ നടക്കുന്നു? അപ്പോൾ പിന്നെ ഏത് പ്രൊട്ടക്ഷനാണ് ഇവർ ഈ മുറ്റത്ത് കൊടുന്ന് ഈ മൂർഖനെ കൊടുത്ത് കെടുത്തിയിട്ടുള്ളത്? ഇനി ഇറാൻ അടി തുടങ്ങി കഴിഞ്ഞപ്പോൾ എവിടെയാണ് തടയാൻ പറ്റണ? 770 നില പൊട്ടി പോണത്. തൃശ്ശൂർ പൂരത്തിന് അമിട്ട് പൊട്ടണ മാതിരിയാണ്. ഇവരെയൊക്കെ മറ്റേ വ്യോമസേനയുടെ മറ്റേ ആയുധങ്ങളൊക്കെ നിന്ന് പൊട്ടണത്. വെറുതെ കുറേ കാശ് അമേരിക്ക ഓരോ പേരും പറഞ്ഞ് ഇവറ്റങ്ങളെ പറ്റിച്ച് കയ്യിലാക്കും. ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരാം, നിങ്ങൾക്ക് മിസൈലിൽ നിന്ന് രക്ഷ തരാം. ഒരു തേങ്ങ കിട്ടില്ല. ആരെങ്കിലും മിസൈൽ നല്ല രീതിയിൽ മിസൈലിട്ടാൽ ഇവന്മാരൊക്കെ തലയിൽ വന്ന് പൊട്ടും. അമേരിക്കയ്ക്ക് ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല. ഇനി ഇറാൻ വിചാരിക്കണം ഈ യുദ്ധം അവസാനിപ്പിക്കണോ വേണ്ടതെന്ന്. ഇതുവരെ ഈ ഇറാൻ എന്ന് പറയുന്ന അതിൻ്റെ കരയിലേക്ക് ഒരാൾക്ക് ഈ സൈന്യത്തിൽ നിന്ന് അമേരിക്കൻ സൈന്യത്തിനും ഇസ്രായേൽ സൈന്യത്തിനും കാലെടുത്ത് കുത്താൻ പറ്റില്ല. മോളിൽ കൂടെ കൊടുന്ന് ബോംബിട്ട് പോകാനായിട്ട് അവർക്ക് സാധിക്കുള്ളൂ. അത് ഏത് പോലീസുകാരനും പറ്റും. എന്നുവെച്ചാൽ ഇറാൻ അതിനുള്ള സംവിധാനങ്ങളോ അല്ലെങ്കിൽ ഒരു വ്യോമസേന നല്ലതില്ല. ഒരു ചെറിയ വ്യോമസേനയും കൂടി ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ കളിയൊക്കെ മാറിയേനെ. അതിനെങ്ങനെയാണ് പതിറ്റാണ്ടുകളായിട്ട് അവറ്റങ്ങളെ ഉപരോധത്തിലിട്ടിരിക്കുകയല്ലേ. അവർക്ക് ജീവിക്കാനുള്ള മാർഗ്ഗമില്ലാണ്ട്, അതായത് ഇങ്ങനെ പട്ടിണിക്കിട്ട് കൊല്ലുക, എന്നിട്ട് വന്ന് ആക്രമിക്കുക. എന്തോരം വലിയ ആണത്തൊക്കെ ചെയ്യണം അല്ലേ. ഇതിനൊക്കെയാണ് പറയുക ഭീരുത്വം. ഞാൻ പറയണമെങ്കിൽ ഇറാൻ്റെ സകലവിധ സാങ്ഷൻസ് എടുത്ത് കളയുക. ഒരു 5 കൊല്ലം അവർക്ക് ഇട്ട് കൊടുക്കുക. അവരെണ്ണവ് കേട്ടെ. എന്നിട്ട് അവർ സാമ്പത്തികമായിട്ടൊന്ന് തിരിച്ചു വരട്ടെ. അവർ 5 കൊല്ലത്തിന് ശേഷം യുദ്ധം നടത്താനായിട്ട് അമേരിക്കയും ഈ ഇസ്രായേലൊക്കെ വരട്ടെ. അപ്പോഴാണ് ഇവർ ആണത്വം തെളിയിക്കേണ്ടത്. എന്നിട്ട് വരട്ടെ. ഒരു 5 കൊല്ലം മതി, കൂടുതലൊന്നും ഞാൻ പറയണില്ല. ഇവർക്ക് ആയുധങ്ങൾ മേടിക്കാൻ, ഇവരെ ടെക്നോളജി വിജയിപ്പിക്കാനൊക്കെ ഒന്ന് സാധിച്ചിട്ട് ഇവന്മാരൊക്കെ ഒന്ന് വരട്ടെ യുദ്ധത്തിന്. ഇതൊരു നാണം കെട്ട പരിപാടിയാണ്. ഒന്നുമില്ലാണ്ടാക്കിയിട്ട് പട്ടിണി കോലാക്കിയിട്ട് ഉപരോധത്തിട്ട് വലച്ചിട്ട് അവസാനം വന്ന് ആക്രമിക്കുക. നടു തല്ലി തകർത്തട്ടെ എനിച്ച് നിന്നിട്ട് യുദ്ധം ചെയ്യാൻ പറ്റാത്ത രീതിയിലാക്കിയിട്ട് യുദ്ധം ചെയ്ത് ആണത്തം കാണിക്കുക, കേമത്തം കാണിക്കുക. എന്നിട്ട് അമേരിക്ക പറയും, ഇസ്രായേൽ പറയും ഞങ്ങളൊക്കെ ഭയങ്കര വലിയ സംഭവങ്ങളാണ്. ഒരു സംഭവമല്ല. ഭീരുക്കളാണ് ഭീരുക്കൾ. ഈ അവസ്ഥയിൽ ഇറാൻ അവരോട് പറ്റാവുന്ന രീതിയിൽ ഏറ്റുമുട്ടുണ്ടല്ലോ. ഇതുവരെ അവരെ കരയിലേക്ക് അതായത് അവരെ അതിർത്തിയിലേക്ക് ഒരാളെ കയറിയിട്ടില്ല കേട്ടോ സൈന്യം. അവരൊക്കെ കയറി കഴിഞ്ഞാൽ അവർ കയറിയ പോലെ പോവില്ലേ, പെട്ടിയിലേ പോവുള്ളൂ. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഇത് ഇറാൻ തീരുമാനിക്കും യുദ്ധം അവസാനിപ്പിക്കണോ വേണ്ടേ എന്നുള്ളത്.